1 0 plus 5 seconds. Lift off normal. That's a marvelous liftoff of PSLV C-60 SpaceX mission on the go. PSLVയുടെ ചിറകിലേറി ഭാരതത്തിന്റെ സ്വപ്നങ്ങളാണ് ബഹിരാകാശത്തേക്ക് കുതിച്ചത്. ഭാരതീയ അന്തരീക്ഷ നിലയമെന്ന സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് പ്രതീക്ഷിച്ച പോലെ വിജയകരം. 220 കിലോഗ്രാം ഭാരമുള്ള 2 ഉപഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ടാണ് PSLV ബഹിരാകാശം തൊട്ടത്. കൃത്യം 17 മിനിറ്റ് പിന്നിട്ടപ്പോൾ ഭൗമോപരിതലത്തിൽ നിന്നും 475 കിലോമീറ്റർ അകലെ നിശ്ചയിച്ച ഭ്രമണപഥത്തിൽ ഇരട്ട ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. PSLV C-60 SpaceX mission is accomplished with respect to SpaceX A and B satellites. POEM operations will continue. ഇനിയുള്ള ദിവസങ്ങളിൽ 2 ഉപഗ്രഹങ്ങളും വൃത്താകൃതിയിലുള്ള ഈ ഭ്രമണപഥത്തിലായിരിക്കും. 20 കിലോമീറ്ററാണ് 2 ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം. നിലവിൽ നിശ്ചയിക്കപ്പെട്ടതനുസരിച്ച് ജനുവരി 7 ഉച്ചതിരിഞ്ഞ് ഇരട്ട ഉപഗ്രഹങ്ങളുടെ സമാഗമം നടക്കും. And we hope that the docking process can happen in another 1 week. The nominal time is going to be approximately 7th of January. I would like to say that the panels of the satellites have been deployed successfully. ഈ ഘട്ടം പിന്നിട്ട് കഴിഞ്ഞാൽ സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ സ്വന്തമാക്കിയ 4ാമത്തെ രാജ്യമായി ഭാരതം മാറും. 2035 ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഈ പരീക്ഷണം വിജയിച്ചേ മതിയാകൂ. പല ഭാഗങ്ങളായിട്ടാണ് ബഹിരാകാശ നിലയം വിക്ഷേപിക്കുക. തുടർന്ന് ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കും. ചന്ദ്രയാനിന്റെ അടുത്ത ഘട്ടത്തിലും ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനാണ് ISRO തീരുമാനിച്ചിരിക്കുന്നത്. ഇരട്ട ഉപഗ്രഹങ്ങൾക്കൊപ്പം 24 വിവിധ ലക്ഷ്യങ്ങളുള്ള പേലോഡുകളും ദൗത്യത്തിന്റെ ഭാഗമാണ്. 1 മാസത്തിനിടെ PSLVയുടെ 2ാമത്തെ വിജയകരമായ വിക്ഷേപണമാണ് നടന്നത്. 2024 അവസാന വിക്ഷേപണം വിജയകരമായതോടെ പ്രതീക്ഷയോടെ പുതുവർഷത്തിലേക്കുള്ള കാത്തിരിപ്പിലാണ് ISRO. KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.